രാജ്യാന്തര എണ്ണക്കടത്ത് സംഘത്തെ തകർത്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന് വില കുറഞ്ഞ എണ്ണയും എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ചരക്കുകളും കടത്തുന്ന സംഘത്തെയാണ് തകർത്തത്. മുംബൈയിൽ നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ഈ ഓപ്പറേഷൻ. വി ബാലഗോപാൽ തന്നെ ഇതിന്റെയും വിശദാംശങ്ങൾ നൽകും. ബാലഗോപാൽ, എന്താണ് വിവരങ്ങൾ? മോദി, വളരെ സുപ്രധാനമായ ഒരു നേട്ടമാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നേടിയിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ ബന്ധങ്ങളുള്ള ഒരു എണ്ണക്കടത്ത് സംഘത്തിനെയാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തകർത്തിരിക്കുന്നത്. ഈ മുംബൈ മുംബൈയിൽ നിന്ന് മുംബൈ തീരത്ത് നിന്ന് ഏതാണ്ട് 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നിരുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ആയിരുന്നു ഈ സംശയാസ്പദമായി ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഈ കപ്പലുകൾ കണ്ടെത്തിയിരുന്നത്. തുടർന്ന് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ ഈ കപ്പലിനെ വളയുകയാണ് ഉണ്ടായിരുന്നത്. ഇതിന് ശേഷമാണ് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ നടക്കുന്നത്. ഫെബ്രുവരി 6-ന്, അതായത് ഇന്നലെ ആയിരുന്നു ഈ 3 കപ്പലിൽ കീഴ്പ്പെടുത്തുകയും അതുപോലെ തന്നെ കപ്പലിലുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത്. രാജ്യാന്തര ബന്ധം ഈ സംഘത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സംഘർഷഭരിതമായ രാജ്യങ്ങളിൽ നിന്ന് എണ്ണയും മറ്റും വാങ്ങി, എണ്ണ ഉൽപ്പന്നങ്ങളും വാങ്ങി അത് മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ഈ രാജ്യാന്തര സംഘടനകൾക്കൊക്കെ മറിച്ച് വിൽക്കുക, അതുവഴി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ അത്തരം വലിയൊരു സംഘത്തിൻ്റെ കപ്പൽ ശൃംഖല, അല്ലെങ്കിൽ 3 കപ്പലുകളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ വളരെ, അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ ഓപ്പറേഷനുകൾ ഒന്നാണ് എന്നാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷനിലൂടെ കരസ്ഥമാക്കുവാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ശരി, വി ബാലഗോപാലാണ് ഇതിന്റെ വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം തകർത്തിരിക്കുന്നു.